ശ്രീ ഉല്ലാസ് ബാബു, ഇന്ന് ഈ ചർച്ച നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം MR അജിത് കുമാർ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ RSS ഈ ചർച്ച നടന്നു എന്ന് സമ്മതിക്കുന്നുണ്ടോ? എന്തിനായിരുന്നു ഈ ചർച്ച എന്ന് അവർ പുറത്തു പറയാൻ തയ്യാറാവുന്നുണ്ടോ? എന്തിനായിരുന്നു യഥാർത്ഥത്തിൽ? കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശബരിനാഥ് സൂചിപ്പിച്ചതുപോലെ പൂരം കലക്കിയതടക്കമുള്ള ആരോപണങ്ങൾ മുന്നിൽ നിൽക്കെ ഇങ്ങനെയൊരു ചർച്ച നേരത്തെ നടത്തിയിരുന്നു എന്ന് ഉറപ്പിക്കാൻ സാധിക്കുമോ? അത് എന്തിനു വേണ്ടിയായിരുന്നു? ശ്രീ അഫ്സൽ, അങ്ങ് രണ്ടുപേർക്കും കൊടുത്ത സമയം എനിക്കും തരുമെന്ന് വിശ്വസിക്കുന്നു. കാരണം BJPയുടെ ആളുകളെ സംസാരിക്കുമ്പോൾ ഇടപെടുക എന്ന് പറയപ്പെടുന്ന ആ സ്ഥിരമായിട്ടുള്ള പ്രവൃത്തി ഇതിൽ നിന്ന് മാറ്റിവെക്കണം. കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, RSS കണ്ടോ ഇല്ലേ എന്നുള്ളത് സ്വാഭാവികമായിട്ട് സംഘം മറുപടി പറയേണ്ടതാണ്. രണ്ട്, RSSനെ കണ്ടു എന്ന് തന്നെ വിചാരിക്കുക. അങ്ങയുടെ വാക്കുകൾ വാദത്തിനെടുത്താൽ RSSനെ കണ്ടാൽ എന്താ കുഴപ്പം? RSS പ്രവർത്തകരെ കാണാൻ പാടില്ല, RSS പ്രവർത്തകരുമായി സംസാരിക്കാൻ പാടില്ല എന്ന് ഇന്ത്യയിൽ എന്തെങ്കിലും നിയമമുണ്ടോ? കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാർ അടക്കമുള്ള ജോലിയിൽ പങ്കെടുക്കുന്നവർക്കും എല്ലാവർക്കും പൊതുസമൂഹത്തിനൊക്കെ RSS പ്രവർത്തിക്കുന്നതിനോടൊരു വിലക്കുമില്ല എന്നിരിക്കെ RSS പ്രവർത്തകനെ കണ്ടു എന്നുള്ളത് ഇത്ര വലിയ വിഷയമാക്കി നിങ്ങളിതിനൊരു പർവ്വതീകരിച്ച് നിങ്ങളിത് എവിടേക്കാണ് കൊണ്ടുപോകണമെന്നൊക്കെ നമുക്കറിയാം. അത് സ്വാഭാവികമായിട്ട് ഇനി മുഖ്യമന്ത്രിക്ക് എന്ത് തീരുമാനമെടുത്ത് മുഖ്യമന്ത്രി അവരെ പുറത്താക്കാതിരിക്കുക, അതൊക്കെ മുഖ്യമന്ത്രിയുടെ തീരുമാനം. ഞങ്ങൾക്കതിൽ യാതൊരുവിധ കൺഫ്യൂഷനും അതിനകത്ത് ഇല്ല. രണ്ടാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞു തൃശ്ശൂർ പൂരം കലക്കി. ആരാ തൃശ്ശൂർ പൂരം കലക്കിയത്? തൃശ്ശൂർ പൂരം കലക്കി ഞാൻ ചോദിച്ചോട്ടെ, തൃശ്ശൂരിലെ K. രാജൻ എന്ന് പറയപ്പെടുന്നൊരു മന്ത്രിയുണ്ട്. അദ്ദേഹത്തിനായിരുന്നു അതിൻ്റെ ചാർജ്. തൃശ്ശൂർകാരനാണ് അദ്ദേഹം. 2, പ്രൊഫസർ R. ബിന്ദു മന്ത്രിയാണ്, തൃശ്ശൂർ കോർപ്പറേഷനിൽ തന്നെയാണ് താമസം. 3, ദേവസ്വം മന്ത്രിയായിരുന്ന K. രാധാകൃഷ്ണൻ. ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ചോദിക്കുകയാണ്. ഇദ്ദേഹം കണ്ടു ഇല്ല എന്ന കാര്യത്തിൽ ഒരു ക്ലാരിറ്റി താങ്കൾക്ക് പറയാൻ സാധിക്കുമോ? അത് ഞാനെങ്ങനെ പറയും? BJPയുടെ ആളുകളോട് ചോദിച്ചിട്ടാണോ സംഘപരിവാറിൻ്റെ സംഘത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നത്? അജിത് കുമാർ എന്നോട് ചോദിച്ചിട്ടാണോ ഇവരെ കാണുന്നത്? അഥവാ കണ്ടു എങ്കിൽ തന്നെ എന്താണ് സാർ അതിൽ കുഴപ്പം? RSSകാരനെ കാണാൻ പാടില്ല എന്ന് ഇന്ത്യ മഹാരാജ്യത്ത് നിയമമുണ്ടോ അഫ്സൽ? ഉണ്ടോ ഇല്ലയോ? ആ ചോദ്യം ഞാൻ തിരിച്ചു വെച്ച് നിങ്ങൾ എന്താ പറയുക? അങ്ങനെ കാണാൻ നിയമപരമായ ഒരു പ്രശ്നവും ഈ രാജ്യത്തില്ല, അതിലൊരു തർക്കവുമില്ല. ഇവിടെ മറ്റു വിഷയങ്ങളാണ്. എന്തിന് കണ്ടു, ഈ സന്ദർഭത്തിൽ എന്തിന് കണ്ടു എന്നുള്ളതാണ് വിഷയം. ആ വിഷയത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. അത് ADGP അജിത് കുമാറിനോട് ചോദിക്കുക. കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ, കണ്ടു എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ എന്തിനാണെന്നുള്ള ചോദ്യത്തിന് RSSന്റെ ഭാഗത്തു നിന്നും മറുപടി കിട്ടാമല്ലോ. അല്ല, RSSന്റെ കാര്യത്തിൽ മറുപടി കിട്ടണമെങ്കിൽ നിങ്ങൾ RSSന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് ചോദിക്കണം. RSSന്റെ കാര്യത്തിൽ മറുപടി പറയണോ വേണ്ടതെന്നുള്ള ഞാനല്ല തീരുമാനിക്കുക. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, ADGP അജിത് കുമാറിനോട് നിങ്ങൾ ചോദിച്ചു, അജിത് കുമാറെ തമ്മിച്ചു, അജിത് കുമാറിനോട് നിങ്ങൾ എന്തിനാ കണ്ടതെന്ന് ചോദിച്ചോ? എൻ്റെ പൊന്നു ചങ്ങാതി, നിങ്ങൾ ഈ കാര്യം പറഞ്ഞു വരുന്നത് എവിടേക്കാണ്? നിങ്ങൾ ഈ സാധനം പറഞ്ഞു വരുന്നത് 2023 കണ്ടുവെന്ന് നിങ്ങൾ പറയുന്ന കാര്യം 2024 പൂരം കലക്കിയ എന്നല്ല നിങ്ങൾ വർത്തമാനം പറയാൻ വരുന്നത്. അവിടെ ഇടതുപക്ഷവും BJPയും തമ്മിൽ ധാരണയുണ്ടാക്കിയെന്നല്ലേ ഈ കോൺഗ്രസിൻ്റെ ശബരിനാഥിൻ്റെ VD സതീശൻ പറഞ്ഞേ. അതേ VD സതീശൻ ഇന്നൊരു പത്രസമ്മേളനത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത് പത്രക്കാരോട്? K. മുരളീധരൻ അവിടെ തോൽക്കുമായിരുന്നു, VS സുനിൽകുമാറായിരുന്നു ജയിക്കേണ്ട സ്ഥാനാർത്ഥി, കോൺഗ്രസിൻ്റെ വോട്ടുകൾ മുഴുവൻ മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോയി, പക്ഷേ CPMൻ്റെ വോട്ടുകൾ BJPയിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ K. മുരളീധരനെ ബലിയാടാക്കാൻ കൊണ്ടിട്ടിട്ട് എന്നിട്ട് അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം BJPയുടെ നെറുകിലേക്ക് വെക്കണം. നടക്കില്ലെന്നേ. തൃശ്ശൂർ പൂരം എന്നും ഒരേപോലെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് കൃത്യമായി പ്രവർത്തിച്ചപ്പോൾ നിരീശ്വരവാദ രാഷ്ട്രീയം നടപ്പിലാക്കാൻ പോലീസിനെ കൂട്ടുപിടിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയ സംവിധാനം നടപ്പിലാക്കിയിട്ടുള്ള ആ ഗൂഢാലോചന ഇത്തവണ നടന്നില്ല. തൃശ്ശൂർ പൂരം പൊളിഞ്ഞത് നിങ്ങൾ നോക്കുക. 3 മന്ത്രിമാർ CPMൻ്റെ അവിടെ ഉണ്ടായിരുന്നെന്ന്. MLA-മാരൊക്കെ CPMൻ്റെ അവിടെ ഉണ്ടായിരുന്നു. കോർപ്പറേഷൻ ഭരിക്കുന്നത് CPM, MLA തൃശ്ശൂർ MLA P. ബാലേന്ദ്രൻ CPI. ഇവരൊക്കെ അണിനിരന്ന് നിന്നിട്ടും ADGP അജിത് കുമാറിനത് മറയ്ക്കാൻ പറ്റിച്ച പിന്നെ ഇവർക്കൊക്കെ എന്ത് പണിയാണെന്ന്? ഇവരാ പണി നിർത്തി പോട്ടെ അല്ലേ? മുഖ്യമന്ത്രിയാക്കാൻ ADGP അജിത് കുമാറിനെ മുഖ്യമന്ത്രിയാക്കിയാൽ പോരെ? ഇവർ പറയുന്നതിൽ എന്ത് ന്യായം? K. മുരളീധരൻ ആ സമയത്ത് പറഞ്ഞ എന്താ? കോൺഗ്രസ്സുകാർ കാലുവാരി എന്നാ പറഞ്ഞേ. VS സുനിൽകുമാർ എന്താ സമയത്ത് പറഞ്ഞത്? VS സുനിൽകുമാർ പറഞ്ഞത് കോൺഗ്രസ്സുകാരും എല്ലാവരും കൂടി എന്നെ ചതിച്ചു, പിന്നെ CPMൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ കൃത്യമായി പ്രവർത്തിച്ചില്ല. ഇവരതൊക്കെ വിഴുങ്ങുകയാണോ ഇപ്പോൾ? BJPയുടെ സുരേഷ് ഗോപി ജയിച്ചത് ഒരു സംശയവും വേണ്ട കേട്ടോ. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ജാതി മത വർഗ വർണ്ണ വിഭാഗമില്ലാതെ കൃത്യമായിട്ടുള്ള എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ബൂത്തുകളിലും വ്യക്തമായ വോട്ടിംഗ് പാറ്റേണോട് കൂടിയാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യം കൂടി പറയാൻ നിർത്താം. തൃശ്ശൂർ പൂരം കാലത്ത്
കണിമംഗലം ശാസ്താവ് വരിക എന്നൊരു ചടങ്ങുണ്ട്, കൃത്യമായി അഫ്സൽ കേട്ടോ. അതൊന്ന് വരുമ്പോൾ തന്നെ നിങ്ങളുടെ മീഡിയ വണ്ടെ തൃശ്ശൂർ റിപ്പോർട്ടറോട് ചോദിച്ചാൽ അറിയാം. അത് വരുമ്പോൾ പുലർച്ചെ കാലത്ത് ഒരു 6 മണി നേരത്ത് തന്നെ ബസ്സുകൾ കയറ്റിവിട്ട് തുടങ്ങിയവരുടെ അംഗം. പിന്നെ ബാരിക്കേഡുകൾ വെച്ച് ഇങ്ങനെ നിരത്തിയത് 2 ദിവസം 3 ദിവസം മുൻപാ. തൃശ്ശൂർ പൂരം പോലെയുള്ള ഒരു പൂരം നടത്തുമ്പോൾ അവലോകന കമ്മിറ്റിയിൽ അവിടുത്തെ MP ഉണ്ടാവും എന്ന് പറഞ്ഞ TM പ്രതാപൻ, ആ സമയത്ത് MP കോൺഗ്രസിന്റെ, അവിടുത്തെ MLA ഉണ്ട്, അവിടുത്തെ മന്ത്രിമാരൊക്കെ അവലോകന യോഗം കൂടിയിട്ടാണ് എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചത്. ആ സമയത്തൊക്കെ ഇവർ തീരുമാനിച്ചതിന് വിരുദ്ധമായിട്ടാണ് പോലീസ് അവിടെ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന മന്ത്രിമാരും MP-യും MLA-യും മിണ്ടിയില്ലെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഗൂഢാലോചന തകർക്കാൻ ഇവർ ശ്രമിച്ചപ്പോൾ അതിനെ ശക്തമായി പ്രതിരോധിച്ച് സുരേഷ് ഗോപി എന്ന് പറയപ്പെടുന്ന വ്യക്തി വന്നു. അപ്പൊ ആ വ്യക്തി വന്നതിനായി കുഴപ്പം എന്താ? കുഴപ്പം അദ്ദേഹം വന്ന ഇടപെടില്ലേ? അദ്ദേഹം അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. 5 വർഷക്കാലം തൃശ്ശൂർ അങ്ങാടിയിലെ ഓരോ മുക്കിലും മൂലയിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹം ഇടപെടും ആ സ്വാഭാവികമായ വിഷയത്തിൽ. കൊടമാറ്റത്തിൽ തറവാടയിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ നിലപാടിൽ തറവാടയാ കുടമാറ്റ വിഷയം, അത് കഴിഞ്ഞ് തെക്കോട്ടിറക്കത്തിന്റെ വിഷയം, അത് കഴിഞ്ഞ് ചടങ്ങ് നടത്താൻ വാദ്യക്കാരെ കയറ്റിവിടാത്ത വിഷയം, കമ്മിറ്റിക്കാരെ കടത്തിവിടാത്ത വിഷയം, കഴിഞ്ഞ കൊല്ലവും ഇതേ സെയിം വിഷയം, ഈ കൊല്ലവും ഇതേ സെയിം വിഷയം. ഒരുപാട് വിശദീകരിക്കേണ്ടതില്ല, കാര്യം ബോധ്യപ്പെട്ടു. അതായത് ഇതിൽ യാതൊരു പങ്കും BJPക്ക് ഇല്ല. ഈ ചർച്ചയിൽ അങ്ങനെ ഒരു വിഷയം വന്നതായി താങ്കൾ സംശയിക്കുന്നില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ശ്രീ